ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു നീതി എന്ന സിനിമയുടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഡയറക്ടർ പറയുന്നുണ്ടായിരുന്നു കല്യാണം കഴിക്കുന്നത് അടിമത്തമാണ്. അങ്ങനെ ഒരു തോന്നലുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു ചിന്ത എനിക്കില്ല. കല്യാണം കഴിക്കുന്നത് അടിമത്തമല്ല. കല്യാണം ഞാൻ പറഞ്ഞല്ലോ, കുടുംബം എന്ന് പറയുന്ന ഒരു സങ്കല്പം നമ്മൾ ഒരു വലിയൊരു മഹത്തായ ഒരു സങ്കല്പമാണ്. നമ്മുടെ നാട്ടിലെ സംബന്ധിച്ചിടത്തോളം പണ്ട് മുതലേ നമ്മൾ അച്ഛൻ്റെയും അമ്മയുടെയും ആ ഒരു സ്നേഹവും യോജിപ്പും നമ്മൾ വളർന്നു വന്ന ചുറ്റുപാട് അതാണ്. പ്രത്യേകിച്ച് കേരളം, നമ്മുടെ ഇന്ത്യ പോലുള്ള നാട്ടിൽ. അപ്പോൾ കല്യാണത്തിന് അതിൻ്റെതായ ഒരു പ്രാധാന്യവും മഹത്വം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പണ്ട് കാലങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാരന്റ്സ് പറയുകയാണല്ലോ ഇന്നയാളെ വിവാഹം കഴിക്കണം. അന്നത്തെ കാലത്തൊക്കെ ഒരു അടിമത്തം പോലെയാണെന്ന്. തീർച്ചയായിട്ടും അതിന് അങ്ങനെ രണ്ട് വശങ്ങളുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ചിന്തിക്കും. അതെ, ഇപ്പൊ ഈ ഒളിച്ചോടിയൊക്കെ കല്യാണം കഴിക്കുന്നുണ്ട് ഇപ്പൊ ഈ ഒരു അടുത്തായിട്ട്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ എന്താണ് അഭിപ്രായം? അത് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം അതിലൊരു എനിക്ക് വലിയൊരു തെറ്റ് തോന്നുന്നില്ല. കാരണം നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ പങ്കാളി നമ്മൾ ചൂസ് ചെയ്യണമല്ലോ. അതെന്ത് നമുക്ക് ആരെ വേണം എങ്ങനെ വേണം എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടല്ലോ. അത് പക്ഷേ നമ്മൾ പാരൻസിനെയും കൂടെ നമ്മൾ കൺവിൻസ് ചെയ്യിച്ചെടുക്കാനുള്ള ഒരു ഒരു വിശാല മനക്ക് നമ്മൾ കാണിക്കണം. കാരണം നമ്മുടെ അച്ഛനും അമ്മമാരാണല്ലോ. അപ്പോൾ അവര് നമ്മുടെ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ലിവിങ് ടുഗദർ ആണോ അതോ കല്യാണം കഴിക്കുന്നതിനാണോ നല്ലത്? അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാടിൽ ഒരിക്കലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു വിവാഹ ജീവിതം നയിക്കുന്ന ഒരാളായതുകൊണ്ട് തീർച്ചയായിട്ടും ഞാനത് നല്ലതെന്ന് പറയും. ഞാൻ അതാണ് നല്ലതെന്ന് പറയും. പക്ഷെ ലിവിങ് ടുഗദറിനെ വിമർശിക്കാനൊന്നും നമുക്ക് കഴിയില്ല. കാരണം ഓരോ വ്യക്തികൾക്കും വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട് ജീവിതത്തിനെ പറ്റിയിട്ട്. അപ്പോൾ ഒരാളുടെ ഞാൻ ജീവിക്കുന്നതാണ് ശരിയെന്ന് നിങ്ങൾ ജീവിക്കുന്നതാണ് ശരിയെന്ന് എന്നോട് പറയാനുള്ള റൈറ്റ്സ് ഒന്നും നമുക്കില്ല. തീർച്ചയായിട്ടും ഇല്ല. ഈ ഒരു സിനിമയിൽ പറയുന്നത് ജോലിയൊന്നും ഇല്ലാത്ത യുവാക്കളുടെ കഥയാണല്ലോ. അപ്പൊ എന്തുകൊണ്ടായിരിക്കും നമ്മുടെ കേരളത്തിലെ യുവാക്കൾക്ക് ജോലിയൊന്നും കിട്ടാത്തത്? അല്ലെങ്കിൽ അതൊരു വലിയൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. കാരണം ഈ ഒരു വിഷയത്തിൽ മീഡിയകൾ വളരെ ചിന്തിക്കും. കാരണം കേരളം ഒരുപാട് വളർന്നിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കേരളം അന്ന് മുമ്പത്തെ കേരളം അല്ല, സാമ്പത്തികമായിട്ടായാലും സാമൂഹികമായിട്ടും ഒരുപാട് വളർന്നു കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും നമ്മുടെ ചെറുപ്പക്കാർ ഒരുപാട് പേര് ജോലി ജീവിത മാർഗമൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ട്. അത് ഞാനും ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് നന്നായിട്ടറിയാം. അപ്പോൾ അതിനൊരു പരിഹാരം വേണം എന്ന് തന്നെയാണ് എൻ്റെയും ഒരു താല്പര്യം. അതിന് നമ്മൾ എല്ലാവരും അക്കാര്യത്തിലൊരു അതിനെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. അത് വളരെ നല്ലൊരു പണ്ടത്തേക്കാളും ഒരുപാട് കാര്യങ്ങൾ വന്നു. ഇപ്പൊ ഫാക്ടറീസ് ആണെങ്കിലും ഒരുപാട് വികസനങ്ങൾ വന്നു. ശരിക്കും ജോലി സാധ്യതകൾ കൂടുതലാണ്. എന്നിട്ട് പോലും യുവാക്കള് പോവാത്തതാണോ അതോ അല്ല, എന്നിട്ടും അതൊരു പര്യാപ്തമാവുന്നില്ല എന്നുള്ളതാണ്. വന്നിട്ടുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് ചിലപ്പോൾ 30% നിന്ന് 60%, 70%ത്തിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും തൊഴിലില്ലാത്തൊരു 30%, 40% ആൾക്കാർ ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. അത് കാരണം വരുന്ന സാധ്യതകൾ അതിനനുസരിച്ചുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുടെ എണ്ണം കൂടുന്നു. പര്യാപ്തമാവുന്നില്ല എന്നല്ല. അതുപോലെ തന്നെ ഒരു പ്രശ്നമാണ് ഇപ്പൊ കേരളത്തിൽ നിന്ന് തന്നെ ഒരുപാട് ആളുകൾ വിദേശത്തേക്ക് പോകുന്നത്. തീർച്ചയായിട്ടും അതും നമ്മുടെ കേരളത്തിൽ ലോകത്തെ ഏറ്റവും വലിയ പ്രവാസി സമൂഹമാണ് മലയാളികൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ പണ്ട് പോയിക്കൊണ്ടിരുന്നത് അത്യാവശ്യം ഒരു 30 വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ഇപ്പൊ പഠിക്കാൻ വേണ്ടി എന്നൊരു ഇതിൽ തന്നെ പിള്ളേര് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നിന്നൊക്കെ ആർക്കും ഇഷ്ടമല്ല. തീർച്ചയായിട്ടും അതെ. പഠനമായാലും ജോലി ആയാലും നമ്മൾ പുറത്തേക്ക് പോകാനും വിദേശത്തേക്ക് പോകാനും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അതിന് നാട്ടിൽ തന്നെ കൂടുതൽ നല്ല സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഉണ്ടാവണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു. കാരണം സിനിമയിൽ ചർച്ച ചെയ്യുന്നുണ്ടോ? അല്ല, സിനിമയിൽ പ്രധാനപ്പെട്ട വിഷയം കാരണം വിവാഹ കമ്പോളം തന്നെയാണ്. പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ ഒരു വിഷയം തന്നെയാണല്ലോ. കാരണം അവർക്ക് ജോലി കിട്ടും, ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് അവർക്ക് നേരിടേണ്ടി വരില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതിന് പ്രസക്തിയുണ്ട്, ഒരുപാട് പ്രസക്തിയുണ്ട്. സാമൂഹികമായിട്ട് എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴാണല്ലോ ഒരു സിനിമ അത് അർത്ഥപൂർണ്ണമാവുന്നത്. ഇങ്ങനെ സാമൂഹിക പ്രസക്തിയുള്ള കണ്ടന്റുകൾ ചെയ്യുമ്പോൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നു തോന്നുന്നുണ്ടോ? പ്രേക്ഷകരോട് ഞങ്ങൾക്കുള്ള അപേക്ഷ അതാണ്. പ്രേക്ഷകരെ ഏറ്റെടുക്കണം. നിങ്ങളുടെ സിനിമയും പാട്ടുകളും വളരെ വിനീതമായി അപേക്ഷിക്കുകയാണ് പ്രേക്ഷകരുടെ എല്ലാ പ്രോത്സാഹനങ്ങൾക്കും വേണ്ടിയിട്ട്. കാരണം സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങൾ ഏറ്റെടുത്ത് ചെയ്യേണ്ടത് ഒരു കലാകാരൻ്റെ കടമയായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ഒരു കലാകാരൻ ജീവിക്കുന്ന ഒരു സമൂഹത്തിലാണ്. അപ്പോൾ സമൂഹത്തിന് കാണുന്ന ഓരോ ജീർണതയും കലാകാരനെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ തന്നെയാണ്. കാരണം ആദ്യത്തെ സാഹിത്യം അല്ലെങ്കിൽ ആദ്യത്തെ കല ഉണ്ടാകുന്നത് ഒരു കാട്ടാളൻ ഒരു പക്ഷിയെ കൊല്ലുന്ന സമയത്താണ് ആദികാവ്യം ഉണ്ടാവുന്നത്. കാരണം ഒരു നൊമ്പരത്തിൽ നിന്നാണ് ഒരു കലയുടെ ജനനം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ചുറ്റുമുള്ള വിഷയങ്ങളിൽ നമ്മൾ കണ്ടും പ്രതികരിച്ചും തന്നെ മുമ്പോട്ട് പോകണം. അതൊരു കലാകാരന്റെ കടമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമായിട്ട് എന്റെ സെക്ഷൻ മ്യൂസിക് ആണ്. മറ്റു വിഷയങ്ങളിലേക്ക് ഞാൻ അത്ര അഭിപ്രായം പറയാൻ ആളല്ല. കാരണം ഞാനൊരു സംഗീതമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് എനിക്ക് കൂടുതൽ പറയാൻ പറ്റുള്ളൂ. എന്നാൽ കൂടി ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ ഇത്തരം സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾ സിനിമാ ലോകത്ത് വരണം.
പിന്നെ അതിനെ അവതരിപ്പിക്കുന്ന രീതി അതൊരു പ്രാധാന്യമാണ്. പിന്നെ പ്രേക്ഷകരുടെ കാഴ്ചപ്പാടുകളും അതൊക്കെ വിഷയമാണ്. എന്നാലും പ്രേക്ഷകരോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. അപ്പോൾ എന്തായാലും സിനിമ ഇറങ്ങുമ്പോൾ ഒരു ഗംഭീര വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്കൾക്കും ഒരുപാട് നല്ല നല്ല അവസരങ്ങൾ, ഒരുപാട് സിനിമകളിൽ സംഗീതം ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. മീഡിയയിലൂടെ ഒരുപാട് പ്രേക്ഷകരോടും ഒരുപാട് നന്ദി, കടപ്പാട് അറിയിക്കുന്നു. നന്ദി.